Good morning, students. In this class, we are going to continue the topic which we have discussed in last classes. And in last classes, we have discussed different types of research, such as exploratory research, causal research, theoretical research, and applied research. Today, we are going to discuss the topic difference between theoretical research and applied research, and other two types of researches. Let's move on with the topic difference between theoretical research and applied research. Applied research is related with application of theories or models for finding a solution for an immediate problem faced by the society, while the pure research or theoretical research is concerned with generalization and with the formulation of a theory. We have already discussed that the applied research is mainly used to solve real life problems. That means society face ചെയ്യുന്ന ഇമ്മീഡിയറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള തിയറീസ്, കൺസെപ്റ്റ്സ്, മോഡൽസ് ഇവയെല്ലാം അപ്ലൈ ചെയ്യുന്നതിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. എന്നാൽ പുതിയൊരു തിയറി ഫോർമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് പ്യുവർ റിസർച്ച് ഓർ തിയററ്റിക്കൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, അപ്ലൈഡ് റിസർച്ച് സ്റ്റഡീസ് പ്രോബ്ലംസ് വിത്ത് ഇമ്മീഡിയറ്റ് സോഷ്യൽ കോൺസിക്വൻസസ്, വൈൽ തിയററ്റിക്കൽ റിസർച്ച് സ്റ്റഡീസ് എനി പ്രോബ്ലംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു സൊസൈറ്റി ആകട്ടെ ഓർഗനൈസേഷൻ ആകട്ടെ, അവർ ഫേസ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ലൈഡ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. And in the case of theoretical research, we can use theoretical research for any type of problems. Mainly theoretical research എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ നോളജ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയററ്റിക്കൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ്, അപ്ലൈഡ് റിസർച്ച് എയിംസ് അറ്റ് ബ്രിങ്ങിങ് ഔട്ട് ആക്ഷനബിൾ പോയിന്റ്സ് ക്വിക്ക്ലി, ആൻഡ് തിയററ്റിക്കൽ റിസർച്ച് എയിംസ് ടു പബ്ലിഷ് റിസർച്ച് റിപ്പോർട്ട്. ദാറ്റ് മീൻസ് അപ്ലൈഡ് റിസർച്ചിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫൈൻഡിങ്സ്, സെർട്ടൻ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എത്തിച്ചേരുക അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ്സിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ബട്ട് പ്യുവർ റിസർച്ച് നമ്മൾ മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് റിസർച്ച് റിപ്പോർട്ടും മറ്റും പ്രിപ്പയർ ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇൻ അപ്ലൈഡ് റിസർച്ച് റിപ്പോർട്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ കോമൺ നോളജ്, while in pure research reports are prepared in technical language. Next point, applied research tries to explain how things can be changed, while pure research tries to explain why things happen. നമുക്കറിയാം, ഒരു പ്രോബ്ലത്തിന് പല തരത്തിലുള്ള സൊല്യൂഷൻ ഉണ്ടായിരിക്കും. പോസിറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കാം, നെഗറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കാം, പോസിറ്റീവ് തന്നെ പല തരത്തിലുണ്ടായിരിക്കാം അല്ലേ. അപ്പം എങ്ങനെയാണ് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ചിൽ നമ്മൾ നോക്കുന്നത്. ബട്ട് ഇൻ പ്യുവർ റിസർച്ച് we tries to explain why things happen, എന്തുകൊണ്ട് ആ പ്രോബ്ലം ഹാപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ് പ്യുവർ റിസർച്ചിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അപ്ലൈഡ് റിസർച്ച് ഈസ് ഗോൾ ഓറിയൻറ്റഡ് ആൻഡ് പ്യുവർ റിസർച്ച് ഈസ് ഫ്രീ ഫോം ആൻഡ് ഇറ്റ് ഈസ് മോർ അൺആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് ദ റിസൾട്ട്സ് ആർ ഓൺലി സീൻ ഇൻ ലോങ് ടേം. അപ്ലൈഡ് റിസർച്ചിൻ്റെ കേസിൽ ദ റിസർച്ചേഴ്സ് ഹാവ് എ സ്പെസിഫിക് ഗോൾ ഇൻ ദയർ മൈൻഡ് ആൻഡ് അവർ ആ ഒരു ടൈം, അവരുടെ ഗോൾ അറ്റൈൻമെൻറ്റ് എന്തായാലും ആ ഒരു ഫിക്സഡ് ടൈമിൽ അവർ ചെയ്തിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്യുവർ റിസർച്ച് ഇറ്റ് ഈസ് എ ഫ്രീ ഫോം ആൻഡ് ഇറ്റ് ഈസ് മോർ അൺആൻറ്റിസിപ്പേറ്റഡ്. ഈ കേസിൽ അങ്ങനെ ഒരു ഗോളോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് അവരുടെ ആ ഒരു പ്രോബ്ലം അവരൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തോന്നിയാൽ അവർ ആ റിസർച്ച് കണ്ടിന്യൂ ചെയ്യും. ദെൻ നെക്സ്റ്റ്, success is measured by how well the goal is achieved. And in the case of pure research, the success is measured by how interesting the discoveries are. Applied researchil സക്സസ് എന്ന് പറയുന്നത്, സക്സസ് നമ്മൾ മെഷർ ചെയ്യുന്നത് എത്രത്തോളം ആ ഗോൾ അറ്റൈൻ ചെയ്തു, അല്ലെങ്കിൽ എത്ര നന്നായി ആ ഗോൾ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിലൂടെയാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്യുവർ റിസർച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന തിയറീസ് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണോ അതായിരിക്കും ആ റിസർച്ചിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്.
Descriptive research is simplest type of research and it is a fact-finding investigation and it is mainly used to describe characteristics of data. ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ചെയ്യുന്നത് മെയിൻലി ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് വി ക്യാൻ യൂസ് ദോസ് ഇൻഫർമേഷൻ ഫോർ സൊഫിസ്റ്റിക്കേറ്റഡ് സ്റ്റഡീസ് ദെൻ കോംപ്ലക്സ് സ്റ്റഡീസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് മേജർ സ്റ്റഡീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഡാറ്റ എല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. In descriptive research, the data needed for the study are collected through observation, interview, and mailed questionnaire, and it does not deal with any testing of hypotheses or propositions. The major purpose of descriptive research is the description of state of affairs as it exists at present. And the main characteristics of this type of research is that the researcher has no control over the variables and he can only report what has happened or what is happening. In descriptive research, the data is often quantitative and statistics applied and it is used to identify and obtain information on a particular problem or issue. Then sometimes we study measures of central tendency and measures of dispersion like mean, median, mode, standard deviation, coefficient of variation, etc. Actually, ഈ മെഷേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. സോ എനി റിസർച്ച് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ ഈസ് ടേംഡ് ആസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. In descriptive research, the researcher tries to answer the questions like who, which, what, where, when, and how. Then, descriptive research generally used in physical, natural sciences, and social sciences. The major use of descriptive research is explanation of the state of affairs, and it also helps in predicting social life and helpful for planning social oriented programs, etc. For example, examining the fluctuations of US international trade balance during 1974 to 1995. അതായത് എന്താണ് 1974 തൊട്ട് 1995 വരെ US ട്രേഡ് ബാലൻസിൽ നടന്നത്, അല്ലെങ്കിൽ ആ ട്രേഡ് ബാലൻസിൽ വന്ന ഫ്ലക്ച്വേഷൻസ് എന്തൊക്കെ എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ഈസ് അനലിറ്റിക്കൽ റിസർച്ച്. In analytical research, the researcher has to use facts or information already available and he analyzes them to make a critical evaluation. Analytical research involves in-depth study and evaluation of available information to explain complex phenomenon. Analytical research is actually the counterpart of descriptive research. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ഒരു റിസർച്ചർ ഡാറ്റ കളക്ഷന് വേണ്ടി ഒബ്സർവേഷൻ, അതുപോലെ ഇൻ്റർവ്യൂ, സർവേ ഇതൊക്കെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആക്ച്വലി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ഒരു റിസർച്ചർ ഒരു ഒബ്സർവറിൻ്റെ റോളാണ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി ഹാപ്പൻ ചെയ്തൊരു കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെയാണ് ആ സ്റ്റഡിയിലൂടെ റിസർച്ചർ ശ്രമിക്കുന്നത്. ബട്ട് അനലിറ്റിക്കൽ റിസർച്ചിൽ ആ കളക്ട് ചെയ്ത ഡാറ്റയെ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഇൻസൈറ്റ്സിലേക്ക് എത്തിക്കുവാനുമാണ് റിസർച്ചർ ശ്രമിക്കുന്നത്. In analytical study, the researcher uses advanced statistical tools and techniques such as correlation, multivariate analysis, etc. Here the main aim is testing hypothesis, specifying the variables and interpreting the relationship between variables from various angles. Simply, analytical research എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ഇൻഡെപ്ത് സ്റ്റഡിയാണ്. നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുക. ദെൻ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, എന്തുകൊണ്ടത് സംഭവിക്കുന്നു, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇവിടെ അനാലിസിസിന് വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, examining the fluctuations of US international trade balance during 1974-1995 is an example of descriptive research, while explaining why and how US trade balance move in a particular way over time
ഈസ് അനലിറ്റിക്കൽ റിസർച്ച്. അതായത് 1974-നും 1995-നും ഇടയിലുള്ള US ട്രേഡ് ബാലൻസിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. ഇനി അതെന്തുകൊണ്ട് ഫ്ലക്ച്വേഷൻസ് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എങ്ങനെ അത് സംഭവിച്ചു എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ അത് അനലിറ്റിക്കൽ റിസർച്ചാണ്. എന്ത് എന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവ്, എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ളത് അനലിറ്റിക്കൽ. Students, that's all for today. See you in next class. Thank you all.